welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോറൽ വാൾ ഹാങ്ങർ ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ മെനക്കെടൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പാർട്ടീസിലൊക്കെ യൂസ് ചെയ്യാം, ബർത്ത്ഡേ പാർട്ടീസ്, ബ്രൈഡൽ ഷവർ, അല്ലെങ്കിൽ ഒരു റൂം ഡെക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള DIY ഹാങ്ങർ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ളത് ഒരു ചാർട്ട് പേപ്പറാണ്. ഈ ചാർട്ട് പേപ്പറിൽ കുറച്ച് വലുപ്പത്തിൽ ഒരു സർക്കിൾ വരക്കാം, എന്നിട്ടത് കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു കളർ പേപ്പർ എടുത്തിട്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ നെയിംസോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അതിലേക്ക് എഴുതിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചാർട്ട് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുക. സെൻറ്ററിലായിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. ഇനി ഇതുപോലെ 3 ഡിഫറെൻറ്റ് സൈസിൽ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ പേപ്പർ 3 മടക്കായിട്ട് മടക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ സ്റ്റെപ്പ് ബാക്കി 2 കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സിനും ഫോളോ ചെയ്യുക. ഇനി വേറൊരു കളർ പേപ്പർ എടുത്തിട്ട് 3 ഡിഫറെൻറ്റ് സൈസായിട്ട് കട്ട് ചെയ്യുക. ഞാൻ നേരത്തെ അതേ സെൻറ്റിമീറ്റേഴ്സ് തന്നെയാണ് ഇതിനും എടുത്തത്. അതേപോലെ തന്നെയാണ് ഇതിനും പേപ്പർ മടക്കേണ്ടത്. 3ആയിട്ട് തന്നെ മടക്കുക. ബട്ട് ഇതിൽ പെറ്റലിൻ്റെ ഷേപ്പിന് ചെറിയൊരു മാറ്റമുണ്ട്. ഇതുപോലെയാണ് പെറ്റൽ ഷേപ്പ് വരക്കേണ്ടത്. എന്നിട്ട് വൃത്തിയായി കട്ട് ചെയ്യുക. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈർക്കിളിയാണ്. ഈർക്കിളി വെച്ചിട്ട് പെറ്റലിൻ്റെ എൻഡ് ചെറുങ്ങനെ ഒന്ന് റോൾ ചെയ്യുക. ഫുള്ളായിട്ട് റോൾ ചെയ്യരുത്, എൻഡ് മാത്രം ചെറുങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഡിഫറെൻറ്റ് സൈസായിട്ട് സർക്കിൾസ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പേപ്പർ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക.
ഇനി നേരത്തെ ഫ്ലവറിന് ചെയ്ത പോലെ പെറ്റലിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ 3 ഡിഫറെൻറ്റ് ഷേപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചാർട്ട് പേപ്പറിന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇനി ഇതുപോലെ മുത്തെടുത്തിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും മിഡിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു പീസ് റിബൺ എടുത്തിട്ട് ഇതിൻ്റെ എൻഡിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലോ ടാപ്പ് എടുത്തിട്ട് ഈ ചാർട്ട് പേപ്പറിൻ്റെ ബാക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ വോൾ ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.